ഹലോ, വെൽക്കം ടു മോളിവുഡ് ന്യൂസ്. ഇപ്പോൾ മാർക്കോ സിനിമയുടെ സാറ്റലൈറ്റ് റൈറ്റും OTT റൈറ്റ്സും കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ട് പല ഹർജികളും പോകുന്നുണ്ട്. ശരിക്കും വയലന്റ് സിനിമകൾ ജനങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ടോ? ആദ്യം പൊതുജനത്തിന് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. അങ്ങനെയൊക്കെ ചോദിച്ചാൽ സിനിമ മാത്രമല്ലല്ലോ, ഒരുപാട് കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യിപ്പിക്കാം. അപ്പോൾ സിനിമയെ മാത്രം പറയേണ്ടെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. നശിക്കേണ്ടവർക്ക് എങ്ങനെയാണെങ്കിലും നശിക്കാം. സിനിമ കണ്ട് നശിക്കണം, അല്ലെങ്കിൽ അത് കണ്ട് നമ്മൾ അത് ഫോളോ ചെയ്യണമെന്നൊന്നും ഇല്ലല്ലോ. ഒന്നാമത്തെ കാര്യം, ഞാൻ ഫിലിം ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് അതിനോട് എതിർപ്പാണുള്ളത്. അതായത് സിനിമേനെ നമ്മൾ സിനിമയായിട്ട് മാത്രം കാണുക. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരുപാട് വയലൻസും റേപ്പ് സീക്വൻസും ഒക്കെ പണ്ട് മുതലേ ചെയ്യുന്ന ഒരുപാട് സിനിമകളുണ്ട്. അപ്പോൾ നമ്മൾ അതിന് റൈറ്റ്സ് കൊടുക്കാൻ പാടില്ലല്ലോ, അത് ഇൻഫ്ലുവൻസ് ആക്കുമല്ലോ ആൾക്കാർ. അപ്പോൾ പിന്നെ ഇതിന് മാത്രം അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. ഈ വയലൻസ് സിനിമകൾ ബാൻ ചെയ്യണം എന്ന് ചിലർ പറയുന്നുണ്ട്. അതിനോട് എന്താണ് അഭിപ്രായം? അതിനോടും എനിക്ക് അഭിപ്രായം എന്ന് വെച്ചാൽ അങ്ങനെ ബാൻ ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഓൾറെഡി ഓരോ ഫിലിംസിനും സർട്ടിഫിക്കറ്റ് കൊടുക്കും, A സർട്ടിഫിക്കറ്റ്, U. അപ്പോൾ അതിൽ തന്നെ ഓൾറെഡി പറയുന്നുണ്ട്, നമ്മൾ റിമൈൻഡർ പോലെ സിനിമ ചെയ്യുന്നവർ പറയുന്നുണ്ട് ഇത് ഇത്ര ആൾക്കാർ മാത്രം കാണുക. അപ്പം ഓൾറെഡി അങ്ങനെ ഒരു റിമൈൻഡർ കൊടുക്കുന്നത് കൊണ്ട് തന്നെ അങ്ങനെ ബാൻ ചെയ്യേണ്ട ആവശ്യമൊന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ വയലൻസ് ഉള്ള പടം പണ്ടും ഇറങ്ങുന്നുണ്ടല്ലോ. ഇപ്പോൾ ഏതാ മറ്റേ കെനിബാലിസം ഒക്കെ ഉള്ള പടം പണ്ട് തൊട്ടേ ഇറങ്ങുന്നുണ്ടല്ലോ. ഇൻസ്പയർ ആകാനാണെങ്കിൽ പണ്ടേ ഇൻസ്പയർ ആവേണ്ടതല്ലേ. മാത്രമല്ല റിപ്പർ ചന്ദ്രനൊക്കെ പണ്ട് ഉള്ളതല്ലേ. പിന്നെ ഒരു ടീനേജേഴ്സിൻ്റെ ഇടയ്ക്കൊക്കെ ആണെങ്കിൽ പറയാതിരിക്കാൻ വയ്യ. ചില ഒരു നോക്കുന്നുണ്ട്. മെയിനായിട്ട് ടീനേജേഴ്സ് എന്ന് പറയുമ്പോൾ ക്യൂരിയോസിറ്റി ഉള്ള ആൾക്കാരാണ്. അപ്പോൾ അവർ മെയിനായിട്ട് മറ്റുള്ളവരെ അനുകരിക്കാനാണ് ശ്രമിക്കുന്നത്. ഇപ്പോൾ സിനിമകൾ കാണുന്ന ഓരോ മോഡൽ ഡ്രസ്സിങ് ആണെങ്കിൽ പോലും അത് അടുത്ത ദിവസം ആ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ അതേപോലെ സ്കൂളുകളിലാണെങ്കിലും ക്ലാസ്സുകളിലും ഒക്കെ അനുകരിക്കാനാണ് കൂടുതലും ശ്രമിക്കാറ്. അതുപോലെ വയലൻസും അനുകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് തോന്നിയിട്ടുണ്ട് നിങ്ങൾക്ക്? ചിലപ്പോഴൊക്കെ അങ്ങനെ ഒരു സ്റ്റൈൽ ഓഫ് വില്ലൻ്റെ ആ സ്റ്റൈല് അനുകരിക്കാനായിട്ട് കുട്ടികളൊക്കെ ഏകദേശം ശ്രമിക്കാറുണ്ട്. ഇത്തരം സിനിമകളെ ബാൻ ചെയ്യണം എന്ന അഭിപ്രായമുണ്ടോ? ബാൻ ചെയ്യണമെന്നൊന്നും പറയുന്നില്ല, അല്ലെങ്കിൽ ഒരു റെസ്ട്രിക്ഷൻ വെക്കണം. ഇപ്പം മാർക്കോ തന്നെ 18 വയസ്സിന് മുകളിലുള്ള ആൾക്കാരെ കാണാവൂ എന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് വേറെ മീഡിയാസ് ഉണ്ട് അത് കാണാനായിട്ട്. അപ്പോൾ അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ വെക്കണം. കുട്ടികളിലേക്ക് അത് എത്താതിരിക്കാൻ വേണ്ടിയിട്ടൊരു റെസ്ട്രിക്ഷൻ വെച്ചാൽ കുഴപ്പമില്ല. അല്ലാതെ ബാൻ ചെയ്യണമെന്നൊന്നും ഇല്ല. ഒരു പരിധിവരെ ഇൻഫ്ലുവൻസ് ചെയ്യുമെന്ന് ഞാൻ പറയാം. പക്ഷേ അത് ടോട്ടലി ഒരു ഫിലിമിൻ്റെ മേലെ നമുക്ക് അടിച്ചേൽപ്പിക്കാൻ പറ്റത്തില്ല. കാരണം വളരുന്ന സൊസൈറ്റിയും അവരുടെ കൾച്ചറും അവരുടെ ഫാമിലി എല്ലാം അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സോ ഒരു ഫിലിം കണ്ടിട്ട് ഒരാളും അങ്ങനെ വയലൻ്റ് ആവണമെന്ന് നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റത്തില്ല. ഒരിക്കലും ഒരു ആർട്ട് എന്ന് പറഞ്ഞ സംഭവം നമുക്ക് ബാൻ ചെയ്യാൻ പറ്റുന്നത്, അത് എങ്ങനെയായാലും അത് പുറത്ത് വരുന്ന സംഭവമാണ്. ഒരിക്കലും അതിനെ ബാൻ ചെയ്യാൻ ഞാൻ യോജിക്കുന്നില്ല. കാരണം ഇപ്പോൾ നാഷണലൈസ്ഡ് ഏത് ഫിലിം നോക്കിയാലും, വേൾഡിൽ ഏത് ഫിലിം നോക്കിയാലും അതിനകത്ത് വയലൻസ് ഉണ്ട്, ഇല്ലാത്തൊരു ഫിലിമില്ല. ഇപ്പോൾ സോ എന്നുള്ളൊരു ഫിലിമുണ്ട്, അത് എന്ത് ടൈപ്പ് അങ്ങേയറ്റത്തെ രീതിയിലുള്ള വയലൻസ് ആദ്യം കാണിക്കുക എന്ന് വെച്ചിട്ട് അതുപോലെ ആൾക്കാർ കാണിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ തന്നെ വർക്ക് ചെയ്യുന്നത്, പ്രസൻസിലാണ് വർക്ക് ചെയ്യുന്നത്, ഞാൻ ഇഷ്ടമുള്ള ക്രിമിനൽസിനെ കാണുന്നതാണ് എന്ന് വെച്ചിട്ട് അവരെ ഫിലിം മാത്രം ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് അല്ല അവർ ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്യുന്നത്. അതിൽ പല ബേസിക്കലി അവരുടെ ഫാമിലി, അപ്പോൾ അവരുടെ അച്ഛൻ, അവരുടെ പേരൻറ്റ് ഇഷ്യൂസ്, അവരുടെ സുഹൃത്തുക്കൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇൻഫ്ലുവൻസ്ഡ്. അപ്പോൾ അത് ബാൻ ചെയ്യണമെന്ന് ഞാൻ യോജിക്കുന്നില്ല. വയലൻസ് ഒന്ന്, പാരൻസ് ഒന്ന്, രണ്ടുപേരും സൈഡാണ്. കാരണം പാരൻസ് കുഞ്ഞുങ്ങളെ മക്കളെ നീ അവിടെ പോവല്ലേ, തീയാണ്, അതിൽ കൈവച്ച കൈ പൊള്ളും, ഇങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ. അത് കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല, കൊച്ചുങ്ങൾ വളർന്ന് വലുതായാലും നമ്മളത് പറഞ്ഞു കൊടുക്കണം. മക്കളെ ഇത് ചെയ്താൽ ഇതിൻ്റെ ദോഷം നീ തന്നെ വീണ്ടും അനുഭവിക്കും, നീ ചെയ്യുമ്പോൾ അടുത്ത കുട്ടികൾക്ക് ഇത് ബാധിക്കും. ഇങ്ങനെ പറഞ്ഞു കൊടുത്താൽ നമ്മളെ കുട്ടികളെല്ലാം നേരെ വരും. ഇത്തരം സിനിമകൾ കുട്ടികളെ അല്ലെങ്കിൽ കാണുന്നവരെ വയലൻസിലേക്ക് കൊണ്ടുപോകാൻ ഒരു കാരണമാണ് എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. അതിലും പറയാനൊന്നുമില്ല. അത് നമ്മൾ കാണുമ്പോഴേ അതിനകത്ത് എന്താ പറയണമെന്നില്ല. കൊല്ലുക, അത് അനിമൽ എങ്ങനെയാ ഒരു അതിനെ പോലെ വലിച്ച് കീറുക, കൊല്ലുക, അത്രേ ഉള്ളൂ അതിൽ. ഞാൻ തന്നെ ആദ്യം ഒരു 5 മിനിറ്റ്സ് കണ്ടപ്പോൾ എനിക്ക് തലവേദനയും ഒരു വോമിറ്റിംഗ് സെൻസേഷൻ വന്നപ്പോൾ ഞാൻ ഓഫ് ചെയ്തത്. പിള്ളേരോട് പറഞ്ഞ് അതിനെ കാണല്ലേ. ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറയുമ്പം ഇങ്ങനെയൊക്കെ കാണിച്ചാലാണ് ഹീറോയിസം, ഇതൊക്കെയാണ് ട്രെൻഡ് ഉണ്ടെന്ന് പിള്ളേർ ആ ഒരു മോട്ടിവേഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ അതിനെ എൻകറേജ് ചെയ്യാൻ പാടില്ലെന്നാണ് ഞാൻ പറയുന്നത്. അല്ല, ആ സിനിമ കണ്ടപ്പോൾ തന്നെ ഞാൻ എൻ്റെ മനസ്സിൽ എൻ്റെ ഹസ്ബൻഡിനോട് ചോദിച്ചു, ഇതിനെ എങ്ങനെ സെൻസർ കൊടുത്തു, ഈ സിനിമ എങ്ങനെ റിലീസാക്കി പുറത്ത് എല്ലാവരും കാണാം, ഇതിനെ എങ്ങനെ പോയി ഫാമിലി ആയിട്ടോ അല്ല ഫാമിലി അല്ലെങ്കിലും പിള്ളേർ കോളേജിൽ നിന്ന് പോയാൽ എങ്ങനെ ഇതിനെ കാണാൻ പറ്റും? അങ്ങനെ ഒരു ഞാൻ പറഞ്ഞു, ഈ നല്ല ഒരു നടൻ എന്തിനാ ഈ പടം ഇങ്ങനെ ചൂസ് ചെയ്ത്
അങ്ങനെയൊക്കെ ചിന്തിച്ച് നമ്മൾ. ഒരു സിനിമയ്ക്ക് ഫൈറ്റ് വേണമെന്ന് ഉണ്ട്, ഫൈറ്റ് വേണമെങ്കിൽ, പക്ഷെ ഇത്രയും ക്രൂരമായിട്ട് കാണിക്കണ്ട, അതിൻ്റെ രീതിയായിട്ട് ഒന്ന് കുറച്ച് കാണിച്ചാൽ മതി. കാരണം ഇത്രയും വയലൻസ് കാണിക്കണമെന്നില്ലല്ലോ, നമുക്ക് ചെറിയ രീതിയിൽ വയലൻസ് കാണിച്ചാലും പ്രേക്ഷകർക്ക് അത് മനസ്സിലാവും. അപ്പം ഇത്രയും തരം വേണ്ടെന്ന് പറയുന്നത് ഒരിക്കലുമല്ല. കാരണം സിനിമ കാണുക അപ്പോഴത്തെ ഒരു ഫീല് അത് കഴിഞ്ഞു. പിന്നെ അത് അന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്രാമ അല്ലെങ്കിൽ സിനിമ, സീരിയൽ അതൊക്കെ വെറും ഒരു അഭിനയം മാത്രമല്ലേ, അത് ചിന്തിക്കാനുള്ള പക്വത ഇല്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ കുട്ടിയൊക്കെയുള്ളത്. അല്ലാതെ അതൊന്നും ഒരു ജീവിതമായിട്ട് കണക്ട് ചെയ്യാൻ പാടില്ല. അങ്ങനെ തോന്നുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ നേരത്തെ ഇതുപോലത്തെ ഒരുപാട് പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ, മലയാളത്തിലല്ല അല്ലാതെ പുറത്തുള്ള. ഇപ്പോൾ ഒരു സിനിമ കണ്ടാലും ചിന്തിക്കേണ്ടത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണല്ലോ, അതൊരു റിയാലിറ്റി, ഇത് എക്സ്പെക്ടേഷൻ. ജനങ്ങൾ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. ശരിക്കും ഒരു പ്രേക്ഷകനായി നിന്ന് ആലോചിക്കൂ. നമ്മൾ ഈ കാണുന്ന വയലൻസ് സിനിമകൾ എന്ന് പറയുന്നത് ഓരോ ഷോട്ട് ബൈ ഷോട്ടായി ഒരാൾ എഴുതി, ഒരാൾ ഡിസൈൻ ചെയ്ത്, ഒരു ആർട്ട് ഡയറക്ടർ വർക്ക് ചെയ്ത് ഷൂട്ട് ചെയ്യുന്നതാണ്. അല്ലാതെ ആ സിനിമയ്ക്കകത്ത് ആരും ആരെയും തന്നെ കൊല്ലുന്നില്ല. ഒരിക്കൽ ഡയറക്ടർ രഞ്ജിത്തിനോട് ഒരു ഇന്റർവ്യൂർ ചോദിച്ചു, നരസിംഹത്തിലെ ഒരു സിനിമയിലെ ഒരു സീൻ, കുളത്തിലെ വെള്ളത്തിൽ നിന്നും ലാലേട്ടൻ വിസ്കിയിൽ കുളത്തിലെ വെള്ളം ചേർത്ത് അടിക്കുന്നത് കണ്ട് ആളുകൾ അങ്ങനെ ചെയ്താൽ അതിന് ഉത്തരവാദി നിങ്ങളല്ലേ? രഞ്ജിത്ത് തന്നെ മനോഹരമായൊരു മറുപടി നൽകി. മോഹൻലാൽ ആ വെള്ളത്തിൽ മുക്കുന്നത് ഒരു ഷോട്ടാണെന്നും അടുത്ത ഷോട്ടിൽ ആ കുളത്തിലെ വെള്ളത്തിന് പകരം മിനറൽ വാട്ടർ ഒഴിച്ചു കൊടുക്കുകയാണ് എന്ന് തിരിച്ചറിയാനുള്ള ബോധ്യം, വിവേകം ജനങ്ങൾക്കുണ്ടാവണം. അത് തന്നെയാണ് സിനിമ. നമ്മൾ ഈ കാണുന്ന ഒരു സിനിമയാണെന്നും ഇതൊന്നും യഥാർത്ഥ ജീവിതമല്ലെന്നും, ഇതല്ല തിരശ്ശീലയിൽ കാണുന്നത് വേറെ ജീവിതം വേറെ എന്ന് തിരിച്ചറിയാനുള്ള വിവേകം ജനങ്ങൾക്കുണ്ടാവണം. സിനിമകൾ ഒരിക്കലും ജനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല എന്ന് നമുക്ക് തീർത്ത് പറയാനാവില്ല. പല സിനിമകളും, വേൾഡ് ക്ലാസിക് സിനിമകളും ജനങ്ങളെ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ എന്ത് തിരഞ്ഞെടുക്കണം എന്നുള്ളത് കാണുന്ന പ്രേക്ഷകന്റെ വിവേകമാണ്. നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിയിൽ എത്രയോ മികച്ച സിനിമകൾ ഉണ്ടായിട്ടുണ്ട്, മോട്ടിവേഷൻ സിനിമകൾ ഉണ്ടായിട്ടുണ്ട്, സ്പോർട്സ്മാൻ സിനിമകൾ ഉണ്ടായിട്ടുണ്ട്, നായകന്മാർ IAS-ഉം IPS-ഉം വലിയ സ്പോർട്സ് താരങ്ങളാവുന്ന സിനിമകളും ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം കണ്ട് എത്ര പേര് സ്പോർട്സ് താരമായി, എത്ര പേര് IAS ആയി, എത്ര പേര് IPS ആയി? ഇതിനൊന്നുമില്ലാത്ത കണക്കുകൂട്ടൽ എന്തിലാണ് വയലൻസ് സിനിമകൾക്ക് മാത്രം? സിനിമകൾ എന്നും ജനങ്ങൾക്ക് ആസ്വദിക്കാനുള്ളതാണ്. വയലൻസ് സിനിമകൾ കാണണോ വേണ്ടോ എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ്. നിങ്ങളെ ആരും പിടിച്ചു വലിച്ച് തിയേറ്ററിൽ കൊണ്ടുപോയി ഒരു സിനിമ കാണിക്കുന്നില്ല. നിങ്ങൾ തന്നെയാണ് അറിഞ്ഞ് ടിക്കറ്റ് എടുക്കുന്നതും നിങ്ങളുടെ ഇഷ്ടപ്രകാരമാണ് തിയേറ്ററിലേക്ക് പോകുന്നതും.